ശ്രീ പി കെ ഗോപൻ ഇവിടെ കാത്തിരിക്കൂ എന്ന് പറയുന്നു. എംപവേർഡ് കമ്മിറ്റി അദാനി അങ്ങ് മൂക്കിൽ കയറ്റുമെന്ന് പറയുന്നു. പിന്നെ സർവോപരി ഇതിപ്പോ ഒരു ധാരണ പോലും ആയിട്ടില്ലല്ലോ, പ്രാഥമികമായ നടപടി മാത്രമല്ലേ ആയിട്ടുള്ളൂ, സർക്കാരിനെ അറിയിച്ചിട്ട് 12 മണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നു. പിന്നെ ഒറ്റടിക്ക് കരാർ റദ്ദാക്കാനുള്ള കേരളത്തിന്റെ അധികാരത്തെ പറ്റി പറയുന്നു. അതെന്തായാലും വി ഡി സതീശൻ ഉണ്ടാക്കിയ ക്ലോസ് അല്ല. ആ ക്ലോസ് എന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റിലെ യാത്രയാണ്. ആ ക്ലോസ് ശ്രീ പി കെ ഗോപൻ മറുപടി. ശ്രീ വേണു, ബഹുമാന്യനായ MLA ശ്രീ റോണി നിഷ്കളങ്കനാണോ അതോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും നിഷ്കളങ്കമായി ചിന്തിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണോ? എന്താ നമ്മുടെ മുമ്പിൽ നടന്നിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ നിശ്ചിത വർഷത്തേക്ക് ഏറ്റെടുത്തിട്ടുള്ള അദാനി ഗ്രൂപ്പ്, അത് കരാറുണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വിശാലുമായിട്ട്. അങ്ങനെ ഒരു കരാറുണ്ടാക്കിയിട്ട് അതിനകത്ത് 25% കൂടുതൽ ഷെയർ കൈമാറ്റം ചെയ്താൽ ഓണർഷിപ്പ് കൈമാറ്റത്തിന് തുല്യമാകുമെന്ന് എഴുതി പിടിപ്പിച്ചു വച്ചിരിക്കുന്നു. അത് 49% ഷെയർ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അവരത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു. ലോകത്തെ 900-1000-ഓളം കപ്പലുകൾ സ്വന്തമായിട്ടുള്ള വലിയ ഒരു മൾട്ടിനാഷണൽ ഭീമൻ സ്രാവാണ് ഈ MSC എന്ന് പറയുന്ന കമ്പനി. ആ MSC എന്ന കമ്പനിയും കേരള സർക്കാരുമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. MSC കടലിൽ വെച്ചുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായ നാശനഷ്ടത്തിന് പണമടയ്ക്കാതെ നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറയാൻ തുടങ്ങി വെച്ചത്, തുറമുഖ വകുപ്പ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത് എപ്പോഴാ? നമ്മളൊക്കെ കരുതുന്നത് പോലെ വകുപ്പ് വിഭജനത്തിൻ്റെ സമയത്തല്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അദ്ദേഹം ഇതുവരെ വിശദമാക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹം ഫ്ലൈറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയത് എന്തിന്? അവിടെ ആരൊക്കെയുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി? അതിൽ ഒരാൾ നമുക്ക് വ്യക്തമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ കിഷോർ ഹൽവ അവിടെ ഉണ്ടായിരുന്നു. എന്താ അദ്ദേഹം വിശദീകരിച്ചത്? ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അപ്പുറത്ത് എവിടെയോ ചായക്കടയിരുന്ന കിഷോർ ഹൽവ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആൾ ഇതാ വന്നിരിക്കുന്നു, ഒന്ന് കണ്ടുകളയാം എന്ന് കരുതി വന്നു എന്ന രൂപത്തിലാണ് നമ്മളോട് വിശദീകരിച്ചത്. എന്നിട്ട് പറയുകയാണ് ആര്യാട മുഹമ്മദിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് അവിടെ എന്നെ കാത്തിരുന്നതെന്ന്. ഈ ആര്യാട മുഹമ്മദിന്റെ ഡിസ്റ്റന്റ് റിലേറ്റീവിന് എന്ത് ശേഷിയാ ഉള്ളത്? 40 ലക്ഷം രൂപ കൊടുത്ത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് VD സതീശനെ അവിടെ വരുത്താൻ. അപ്പോൾ ഒരുപാട് ഡീൽ അവിടെ നടന്നിട്ടുണ്ട്. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് ശ്രീ റോണി കേരളം മുഴുവൻ ഇന്ന് വിശ്വസിക്കുകയാണ് തുറമുഖ വകുപ്പ്. എനിക്ക് ആഭ്യന്തര വകുപ്പ് വേണ്ട, മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയില്ലേലും കുഴപ്പമില്ല, മറ്റു വകുപ്പുകൾ കിട്ടിയില്ലേലും കുഴപ്പമില്ല, ധനകാര്യവും തുറമുഖവും എനിക്ക് വേണം. തുറമുഖ വകുപ്പ് ഏറ്റെടുത്തിട്ട് അദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ട്. ഒന്ന് ധനവും ഒന്ന് നിയമവകുപ്പും, രണ്ടും പ്രധാനമാണ്. ഈ ബക്കാടിക്ക് സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ ധനവും ഈ പറയുന്ന നിയമവും കയ്യിലുണ്ടെങ്കിൽ ഗുണം. അദാനിക്ക് ആനുകൂല്യം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന പോർട്ടും അതുപോലെ തന്നെ നിയമവകുപ്പും ധനവകുപ്പും കയ്യിലുണ്ടാവണം. അതെ, പോർട്ട് എടുക്കുന്നു, നിയമവകുപ്പ് എടുക്കുന്നു, ധനവകുപ്പ് എടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം വിഷൻ സമുദ്ര എന്ന് പ്രഖ്യാപിച്ചു. വരാൻ പോകുന്ന അപകടം ഇനി അതാണ്. ആ വിഷൻ സമുദ്ര പ്രഖ്യാപിച്ചിട്ടാണ് അദാനി ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു തർക്കവും അതിനകത്ത് വേണ്ട. അവിടെ നടന്ന ഡീല് ഇതാണ്. ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഡീലാണ്. കേവലം 2500 കോടി മുടക്കിയ ആൾക്ക് 13,000 കോടി കൊടുത്തത്. ഈ കേരളം മുഴുവൻ VD സതീശന്റെ ഫ്ലക്സ് വെച്ചതും VD സതീശൻ ഇലക്ഷൻ പ്രചരണം നടത്താനുള്ള പണവും തുടർന്ന് അങ്ങോട്ടുള്ള ആജീവനാന്തകാലം പ്രവർത്തിക്കാനുള്ള പണവും മുഴുവൻ അദാനി ഓഫർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണെന്ന് ഇന്ന് ഞങ്ങൾ ആക്ഷേപിച്ചാൽ, ഇന്നലെ വരെ ഞങ്ങൾ ആക്ഷേപിച്ചില്ല. ഇന്നലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞതിനെ മുഖവിലക്കെടുത്തത് റോണി ഇപ്പോൾ ശ്രീ റോണി MLA ഇവിടെ റിമൈൻഡ് ചെയ്തല്ലോ. അപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി ഒരു ധാരണയും ഞങ്ങൾക്ക് ഇതിനകത്ത് വെച്ചു പുലർത്തുന്നില്ല. ഞങ്ങൾ വന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെറിയൊരു കാര്യമല്ല സർ. എന്താ കാര്യം എന്നറിയോ? ഈ MSC എന്ന കമ്പനിക്ക് നമ്മളുമായിട്ടുള്ള തർക്കം മാത്രമല്ല, പ്രധാനപ്പെട്ട 4 രാജ്യങ്ങളിൽ ഇവരുടെ കപ്പലുകളിനകത്ത് മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. ഫിലാഡൽഫിയ, ന്യൂജേഴ്സി, പെറു, USA തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ കപ്പൽ വഴി മയക്കുമരുന്ന് കടത്തിയതിന്റെ കേസ് നിലവിലുണ്ട്. അങ്ങനെ ഒരു വശത്ത് തൂഫാൻ, ഒരു വശത്ത് മയക്കുമരുന്ന്, ഒരു വശത്ത് തൂഫാൻ. ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഒരു വശത്ത് കല്യാണം, ഒരു വശത്ത് പാലുകാച്ച്. ഇത് രണ്ടുകൂടെ എങ്ങനെ പൊരുത്തപ്പെടുമെന്നുള്ളത് നിങ്ങൾ പറയണം. അതായത് ലോകപ്രശസ്തരായ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ഡീലേഴ്സ് ആയിട്ടുള്ള, അത് കൊണ്ടു നടന്ന് കൊടുക്കുന്ന MSC കമ്പനി എന്ന ആഗോള ഭീമനെ ഈ കൊച്ചു കേരളത്തെ ഞെരിച്ച് മുടിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ വിറ്റിരിക്കുകയാണ്.
നിങ്ങൾ സമാധാനം പറയണം കേരളത്തോട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഞാൻ ശരി, അതിന്റെ ശ്രീ റോണി കെ. ബേബി അങ്ങേ details തടസ്സപ്പെടുത്തില്ല, അങ്ങേക്ക് മറുപടി ഇതിന്റെ കണക്കുകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്.